ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു യാത്രയിലാണ്. റോഡിലൂടെ ഈ മഴയത്ത് വാഹനം ഓടിച്ചപ്പോഴാണ് ഞാൻ ഈ റോഡ് നിയമങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഇവിടെ കൊല്ലം സൈഡിൽ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നിയമങ്ങൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും പുതിയ മുന്നറിയിപ്പ് ബോർഡുകളും ഡീവിയേഷൻ ബോർഡുകളും ഒക്കെ മുമ്പിൽ വന്ന് പെടുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരാൻ കഴിയൂ. എന്തിനാണ് ഈ നിയമങ്ങൾ? നമ്മുടെ സുരക്ഷയ്ക്ക് അല്ലേ? അപ്പോൾ ഇവിടെ നിയമങ്ങൾ അനുസരിക്കുന്നവരുമുണ്ട്, അനുസരിക്കാത്തവരുമുണ്ട്. നിയമങ്ങൾ എഴുതി വച്ചിട്ടല്ല നമ്മൾ ജനിച്ചത്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴപ്പോൾ നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ നിയമങ്ങൾ മാറിക്കൊണ്ടുമിരിക്കും. ആദ്യകാലത്തുള്ള നിയമങ്ങളായിരുന്നില്ല ഇപ്പോൾ ഇവിടെ ഒരു സീബ്ര ലൈൻ പോലും കാണാനില്ല. അതെല്ലാം മാറി. ഇവിടെ ക്രോസ് ചെയ്യാനൊക്കെ വളരെ പാടാണ്. ട്രാഫിക് പോലീസാണ് അതൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിയമങ്ങൾ എപ്പോഴും നമ്മുടെ ആവശ്യമനുസരിച്ചാണ്. നമ്മുടെ കെമിസ്ട്രി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ എലമെൻറ്റ്സ്, കോമ്പൗണ്ട്സ്, അവയുടെ ബോണ്ടിങ്ങുകൾ, ഇതൊക്കെ കോമ്പൗണ്ടുകൾ ഉണ്ടായതിന് ശേഷമാണ് ഈ നിയമങ്ങൾ നിലവിൽ വന്നത്. ഈ ഓരോ കോമ്പൗണ്ടും അതിൻ്റെ സ്റ്റെബിലിറ്റിയും എല്ലാം സ്റ്റഡി ചെയ്തതിന് ശേഷം എന്തായിരിക്കാം ഇങ്ങനെയൊരു സ്റ്റേബിൾ കോമ്പിനേഷൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശാസ്ത്രജ്ഞർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് നമുക്ക് ബോണ്ടിങ് നിയമങ്ങൾ വന്നത്. അത്തരത്തിലുള്ള ആദ്യത്തെ നിയമം ഒരു റൂളാണ് ഓക്റ്ററ്റ് റൂൾ, അല്ലെങ്കിൽ അഷ്ടക നിയമം എന്ന് പറയും. എല്ലാ എലമെൻസിനും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ 8 ഇലക്ട്രോൺ നേടുക എന്നത്. അധികമുണ്ടെങ്കിൽ അത് കളയുക, കുറവാണെങ്കിൽ അത് നേടിയെടുത്ത് 8 ആക്കുക. ഈ നിയമമാണ് ഓക്റ്ററ്റ് റൂൾ എന്നറിയുന്നത്. നമ്മൾ റോഡ് നിയമങ്ങളുടെയും മറ്റു നിയമങ്ങളുടെയും പ്രകൃതി നിയമങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റും മറ്റ് ഏജൻസികളും കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും കാലാനുസൃതമായി മാറ്റം വരുന്നത് പോലെ ബോണ്ടിങ്ങിലും നിയമങ്ങൾ മാറിയിട്ടുണ്ട്. ഓക്റ്ററ്റ് റൂൾ മാറി, പിന്നെ വാലൻസ് ബോണ്ട് തിയറി വന്നു, പിന്നെ മോളിക്കുലർ ഓർബിറ്റൽ തിയറി, പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ലിഗാൻഡ് ഫീൽഡ് തിയറി, ഇങ്ങനെയുള്ള പല തിയറികളും വന്നു. ഇത്തരത്തിൽ ആദ്യത്തിലുണ്ടായ ഓക്റ്ററ്റ് റൂൾ, അത് എങ്ങനെയാണ് കോമ്പൗണ്ടുകളുടെ സ്റ്റെബിലിറ്റി, ആറ്റംസ് എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റേബിൾ ആറ്റംസ് ഉണ്ടോ, കോമ്പൗണ്ടുകളുടെ സ്റ്റെബിലിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ കോമ്പൗണ്ടുകളെ അനലൈസ് ചെയ്തു അവയുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷനൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ലൂയിസ് പ്രൊപ്പോസ് ചെയ്ത തിയറിയാണ് ഓക്റ്ററ്റ് തിയറി. നിയമങ്ങൾ അനുസരിക്കുന്നവരുണ്ട്, അനുസരിക്കാത്തവരുമുണ്ട്. അതുപോലെ തന്നെ ഓക്റ്ററ്റ് തിയറി അതുപോലെ ഒബേ ചെയ്യുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, അത് ഒബേ ചെയ്യാൻ കഴിയാത്ത കോമ്പൗണ്ട്സും ഉണ്ട്. അപ്പം ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ഒരു തിയറിയുടെ ആവശ്യം വരുന്നത്. അങ്ങനെയെങ്കിൽ ഓക്റ്ററ്റ് തിയറി അനുസരിക്കുന്ന ചില കോമ്പൗണ്ടുകളെയും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന മറ്റ് ചില കോമ്പൗണ്ടുകളെയും നമുക്കിന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കുറേ അധികം മുത്തുകൾ കാണുന്നുണ്ട്. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഓരോ കോളത്തിലും അറേഞ്ച് ചെയ്തിരിക്കുന്ന എലമെൻറ്റ്സിനെ പോലെ പല നിറത്തിലും ഗുണത്തിലും വലിപ്പത്തിലുമുള്ള ആറ്റങ്ങളാണെന്ന് സങ്കല്പിക്കുക. ഇതുകൊണ്ട് എത്രയോ തരം മുത്തുമാലകൾ നമുക്ക് മെനഞ്ഞെടുക്കാം. അതുപോലെയാണ് കോമ്പൗണ്ടുകൾ. ഓക്റ്ററ്റ് തിയറിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1, അതുപോലെ ഗ്രൂപ്പ് 2, പൊതുവിൽ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, അതുപോലെ തന്നെ 13 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പ്. 18 എന്ന് പറയുന്നത് ഇനേർട്ട് ഗ്യാസാണ്. അപ്പോൾ ഗ്രൂപ്പ് 1, 2, 13, 14 അങ്ങനെ 17 വരെയുള്ള എലമെൻറ്റ്സിനെ പൊതുവായിട്ട് നമ്മൾ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് ടേബിളിലെ എലമെൻറ്റ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് തന്നെ അതിൻ്റെ പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസാണ്. അപ്പം അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്, ആ പ്രോപ്പർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സാണ് ഈ SNP ബ്ലോക്ക്. എന്നാൽ ട്രാൻസിഷൻ എലമെൻറ്റ്സൊക്കെ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന എലമെൻറ്റ്സാണ്. ഫോർ എക്സാമ്പിൾ, അവർക്ക് വേരിയബിൾ വാലൻസിയാണ്.
എന്നാൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിന് ഫിക്സഡ് വാലൻസീസ് ആണ് പൊതുവിലുള്ളത്. ഇതിലെല്ലാം മാറ്റങ്ങൾ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒക്ടറ്റ് റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിനെയാണ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ നിങ്ങൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ് NaCl. ഇവിടെ സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 281, അതിൻ്റെ അറ്റോമിക് നമ്പർ 11. ക്ലോറിൻ്റേത് 287, അറ്റോമിക് നമ്പർ 17 ക്ലോറിനുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 16 എന്ന് പറഞ്ഞു, അത് 8 ആണ്. അതുകൊണ്ട് 26 എന്ന കോൺഫിഗറേഷൻ ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ. സോഡിയത്തിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരണമെങ്കിൽ സോഡിയത്തിൻ്റെ 1 ഇലക്ട്രോൺ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ സോഡിയം 2,8 കോൺഫിഗറേഷൻ എടുക്കുന്നു, ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തു. ക്ലോറിൻ്റെ കേസിൽ 2,8,8 ആകുമ്പോൾ അവിടെയും ക്ലോറിന് ഓക്റ്ററ്റ് കിട്ടി. അപ്പോൾ NaCl എന്ന് പറയുന്നത് ഓക്റ്ററ്റ് റൂൾ അനുസരിച്ച് ഉണ്ടായ ഒരു കോമ്പൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ടിങ് നമ്മൾ നോക്കിയപ്പം ഓക്റ്ററ്റ് തിയറി അനുസരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുപോലെ Mgയും Clമായിട്ട് Mgയുടേത് 2,8,2 അറ്റോമിക് നമ്പർ 12, അതുകൊണ്ട് 2,8,2. മഗ്നീഷ്യത്തിന് ഇവിടെ 2 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് നമുക്ക് 2 ക്ലോറിൻ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അതിൻ്റെ മോളിക്കുലർ ഫോർമുല MgCl2 ആവും. അങ്ങനെ MgCl2 ഫോം ചെയ്യുമ്പോൾ മഗ്നീഷ്യത്തിന് Mg2+ അയോൺ വിത്ത് 2,8 കോൺഫിഗറേഷനും, ക്ലോറിന് ഓരോ ക്ലോറിൻ 2 ക്ലോറിനുണ്ട്, ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോൺ സ്വീകരിച്ച് Cl- ആകുന്നു. അങ്ങനെ 2 കൂട്ടർക്കും ഓക്റ്ററ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് ബോറോണാണ്. ബോറോണിൻ്റെ കോമ്പൗണ്ട്. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2, 3 എന്നാണ് വരിക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ആകെ 3 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 കൊടുത്താൽ നടക്കില്ല. പിന്നെ 5 ഇലക്ട്രോൺ അതിന് കിട്ടിയാൽ മാത്രമേ അതിന് ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യൂ. ഈ ഒക്ടറ്റ് റൂളിന് ഒരു വയലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രജനും ഹീലിയവുമാണ്. ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ, അപ്പോൾ അത് കളയാനും പറ്റില്ല. പിന്നെ ഹൈഡ്രജൻ ചെയ്യുന്നത് ഷെയറിംഗ് ആണ്. അങ്ങനെ 2 ഇലക്ട്രോൺ എടുക്കും. അതായത് നെക്സ്റ്റ് ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്ന ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യും ഹൈഡ്രജൻ. അത് വേറൊരു കഥ. ഇവിടെ നമ്മൾ ഒക്ടറ്റിലേക്ക് വരുമ്പോൾ ബോറോണിന് ഇതേപോലെ 5 ഇലക്ട്രോൺ കിട്ടിയാലേ ബോറോണിന് ഓക്ടറ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് BF3 ആണ്, ബോറോൺ ട്രൈഫ്ലൂറൈഡ്. അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേബിൾ ആണെങ്കിലും അതിന് അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് വേഗത്തിൽ അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ വേഗത്തിൽ അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഇത് അമോണിയയുമായിട്ട് BF3 NH3യുമായിട്ടാണ് ഒരു അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. BF3യിൽ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ ബോറോണിന് നമ്മളത് ഡോട്ട് സ്ട്രക്ചറായിട്ട് വരയ്ക്കുകയാണെങ്കിൽ 3 ഇലക്ട്രോൺ. ഇനി 5 ഇലക്ട്രോണും കൂടെ വന്നാലേ ബോറോണിന് ഓക്റ്ററ്റ് ആകത്തുള്ളൂ. പക്ഷേ ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഓരോ ഫ്ലൂറിനും ഓരോ ഇലക്ട്രോൺ മാത്രമേ ബോറോണുമായിട്ട് ഷെയർ ചെയ്യുള്ളൂ. ഇത് നമുക്ക് ഫ്ലൂറിൻ്റെ ഇലക്ട്രോണായിട്ട് എടുത്താൽ BF3യിൽ ഫ്ലൂറിനത് 17ാമത്തെ ഗ്രൂപ്പിലായതുകൊണ്ട് ഫ്ലൂറിനവിടെ 7 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ട്. ആ 7 ഇലക്ട്രോണിലെ 1 ഇലക്ട്രോണിനെയാണ് ബോറോണുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഫ്ലൂറിന് ആ 7ൻ്റെ കൂടെ ഈ ബോറോണുമായിട്ട് ഷെയർ ചെയ്യുന്ന 1 ഇലക്ട്രോണും കൂടെ ചേർന്ന് ഫ്ലൂറിന് ഓക്റ്ററ്റ് കിട്ടും. 3 ഫ്ലൂറിനും ഓക്റ്ററ്റ് ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ വരും. എന്നാൽ ബോറോണിന് ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ 6 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് BF3 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ, ആ സെൻട്രൽ എലമെൻ്റ് എന്ന് പറയുന്നത്, സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അല്ലെങ്കിൽ ഒക്റ്ററ്റിന് വേണ്ടുന്ന 8 ഇലക്ട്രോണിനേക്കാളും 2 ഇലക്ട്രോൺ കുറവായിട്ടാണ്. അപ്പം ഇലക്ട്രോണിനെ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കോമ്പൗണ്ടാണ് BF3. അതുകൊണ്ട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ഇനി നൈട്രജൻ്റെ ബോണ്ടിങ് നോക്കാം. അറ്റമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ 7 ആണ്. അപ്പോൾ നൈട്രജൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 5 ആണ്. അപ്പം നൈട്രജൻ ആറ്റത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ആണുള്ളത്.
അതുകൊണ്ട് 3 ഇലക്ട്രോണും കൂടെ കിട്ടിയാൽ മാത്രമേ നൈട്രജന് ഒക്റ്ററ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നൈട്രജൻ എന്ത് ചെയ്യും? 3 ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയാണ്. 3 ഹൈഡ്രജൻ വരുന്നു. ഹൈഡ്രജനിലെല്ലാം ഓരോ ഇലക്ട്രോൺസേ ഉള്ളൂ. നൈട്രജൻ്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലെ 3 ഇലക്ട്രോണ് ഈ 3 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജന് ആസ് യൂഷ്വൽ അതിന് 2 ഇലക്ട്രോൺ കിട്ടിയാൽ അത് തൃപ്തിയായി. അപ്പോൾ ഹൈഡ്രജൻ്റെ കാര്യം ഓക്കെ ആയി. പക്ഷേ ഇത് ഷെയർ ചെയ്യുമ്പോൾ നൈട്രജൻ ഈ 3 ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും കൂടെ എടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നൈട്രജന് മൊത്തം 5 ഇലക്ട്രോൺസാണ് നൈട്രജനുള്ളത്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ ഇവിടെ 6 2 8. നൈട്രജൻ അവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്റ്ററ്റായി. അപ്പം ഇവിടെ എന്താ സംഭവിക്കുക? ഹൈഡ്രജൻ്റെ കേസിൽ അവിടെ ഓക്റ്ററ്റിന് സാധ്യതയില്ല. അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 2 ഇലക്ട്രോൺസ് ആണ്, അത് നേടിയെടുത്തു. നൈട്രജനെ സംബന്ധിച്ച് 8 ഇലക്ട്രോണാണ്, അത് കിട്ടി. പക്ഷേ ഈ 8 ഇലക്ട്രോൺ അറ്റൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോൺ ആരുമായിട്ടും ഷെയർ ചെയ്യാതെ നൈട്രജൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ ലോൺ പെയർ, ഷെയർ ചെയ്യുന്നതല്ല. ഇതിനെയെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് ബോണ്ട് പെയർ എന്നാണ്. ബോണ്ട് പെയർ ഇതെന്ന് പറയുന്നത് ലോൺ പെയറാണ്. അപ്പോൾ ഈ ലോൺ പെയർ ഇവിടെ ഫ്രീ ആണ്. ആരുമായിട്ടും ഷെയർ ചെയ്യാത്ത ഒരു ലോൺ പെയർ നൈട്രജൻ ആറ്റത്തിന് ഉണ്ട്. അങ്ങനെയുള്ള അമോണിയ മോളിക്യൂൾ NH3 ഒരു ലോൺ പെയർ ഉള്ള നൈട്രജൻ ആറ്റമാണ് BF3 2 ഇലക്ട്രോൺ ഷോർട്ടേജ് ഉള്ള ബോറോണിന് ആയിട്ട് ഒരു അഡിഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഈ അഡിഷൻ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡേറ്റീവ് ബോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ് ബോണ്ടായിരിക്കും. നൈട്രജൻ്റെ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോറോണിന് ഡൊണേറ്റ് ചെയ്യാണ്. ഇവിടെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോറോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നൈട്രജന് ഷോർട്ടേജ് ആകും. അതുകൊണ്ട് കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യല്ല, ഒരു അയോണിക് കോമ്പൗണ്ട് അല്ല, പകരം ഒരു ഡേറ്റീവ് ബോണ്ട് അല്ലെങ്കിൽ ഒരു കോഓർഡിനേറ്റ് ബോണ്ടാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ നൈട്രജൻ ബോറോണിന് അത് കൊടുത്തിട്ട് വീണ്ടും നൈട്രജനും ബോറോണും കൂടെ അത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള, അപ്പോൾ ഇവിടെ BF3 എന്ന് പറയുന്നത് ഒരു ഒക്റ്ററ്റ് തികയാത്ത ഒരു കോമ്പൗണ്ടാണ്. അങ്ങനെ ഒക്റ്ററ്റ് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് മറ്റു കോമ്പൗണ്ടുകളെ പോലെ അത്ര സ്റ്റേബിൾ അല്ല. BF3 ഇതുപോലെ അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നതിൻ്റെ കാരണവും ഈ ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ NH3 BF3 ഒരു അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡേറ്റീവ് ബോണ്ടാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആറ്റത്തെ നമ്മൾ ഡോണർ എന്ന് വിളിക്കും. സോ ദ ഡോണർ ഈസ് നൈട്രജൻ ഇൻ NH3 ആൻഡ് ഇലക്ട്രോൺ സ്വീകരിച്ചത് അക്സെപ്റ്റർ ആറ്റമാണ്. സോ ബോറോൺ ഇൻ BF3 ഈസ് കോൾഡ് ദി അക്സെപ്റ്റർ ആറ്റം. അങ്ങനെ ഇവിടെ നമുക്ക് ഒരു ഡേറ്റീവ് ബോണ്ട് ഫോം ചെയ്യുന്നു. ഡേറ്റീവ് ബോണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോവാലൻറ്റ് ബോണ്ടിലാണെങ്കിൽ 2 ആറ്റവും ഒരേപോലെ ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് ഒരേപോലെ ഇലക്ട്രോൺ കൊടുത്തിട്ട് ഷെയർ ചെയ്യാണ്, മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഡേറ്റീവ് ബോണ്ടിലാണെങ്കിൽ ഒരു ആറ്റം ഇലക്ട്രോൺ കൊടുക്കുക, 2 പേർക്കും ആവശ്യമുള്ള ഇലക്ട്രോണിനെ ഒരു ആറ്റം കൊടുക്കുകയാണ്, ഒരു പെയറിനെ കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് രണ്ട് ആറ്റവും മ്യൂച്വലായിട്ട് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെ ഇവിടെ നൈട്രജൻ്റെ ഓക്റ്ററ്റ് അവിടെ പൂർത്തിയാകുന്നു, BF3 ഓക്റ്ററ്റും. അപ്പോൾ ഇവിടെ BF3 ഓൾറെഡി ഓക്റ്ററ്റ് പൂർത്തിയാക്കാത്ത ഒരു കോമ്പൗണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അഡീഷൻ കോമ്പൗണ്ട് വഴി BF3 ഓക്റ്ററ്റും പൂർത്തിയാകുന്നത് കാണാം. അപ്പോൾ ഇവിടെ ലൂയിസ് ഓക്റ്ററ്റ് തിയറി ഒന്നുകൂടെ ബലപ്പെടുകയാണ്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതുപോലെ നമുക്ക് മറ്റൊരു കോമ്പൗണ്ടിനെയും പരിചയപ്പെടാം. അതുപോലെ മറ്റൊരു കോമ്പൗണ്ടാണ് BeF2, ബെറിലിയം ഡൈഫ്ലൂറൈഡ്. ഇവിടെ ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ കോൺഫിഗറേഷൻ 2 2 എന്നാണ്. അപ്പോൾ ബെറിലിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 ഫ്ലൂറിനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പം ഫ്ലൂറിൻ്റെ ബാക്കി ഇവിടെ 7 ഇലക്ട്രോൺ ഉണ്ട്. ആ 7 ഇലക്ട്രോണിൽ 1 ഇലക്ട്രോണാണ് ഇവിടെ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഫ്ലൂറിൻ്റെ ഇവിടെ 6 ഇലക്ട്രോൺ എടുക്കുന്നു, 7ാമത്തെ ഇലക്ട്രോൺ ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു. മ്യൂച്വൽ ഷെയറിങ്, കോവലൻറ്റ് ബോണ്ടിങ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂറിന് ഇവിടെയുള്ള 6 ഇലക്ട്രോണും അതുപോലെ ഈ 2 ഇലക്ട്രോണും ചേരുമ്പോൾ ഫ്ലൂറിൻ ഓക്റ്ററ്റായി. ഇവിടെയും അതുപോലെ 6 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ഫ്ലൂറിൻ്റെ ഓക്റ്ററ്റായി. ബെറിലിയത്തിൻ്റെ കേസിൽ ഫ്ലൂറിൻ തന്ന 1 ഇലക്ട്രോണും ഈ രണ്ടാമത്തെ ഫ്ലൂറിൻ്റെ 1 ഇലക്ട്രോണോട് ചേർത്തിട്ട് ആകെ 4 ഇലക്ട്രോൺ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഓക്റ്ററ്റിന് 8 ഇലക്ട്രോണിന് പകരം വെറും 4 ഇലക്ട്രോൺ. അതുകൊണ്ട് BeF2 ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ടാണെന്ന് പറയണം. അങ്ങനെ
ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്. ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇവർക്കൊരു പ്രോപ്പർട്ടി നൽകുന്നുണ്ട്. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട് എപ്പോഴും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സാണ് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കോമ്പൗണ്ട്സ്. അതുകൊണ്ട് നമ്മൾ അവരെ ലൂയിസിൻ്റെ ഒക്ടേറ്റ് സ്ട്രക്ചറിലാണല്ലോ നമ്മൾ ഈ പേര് വന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിതിനെ ലൂയിസ് ആസിഡ്സ് എന്നാണ് വിളിക്കുന്നത്. സോ BF3 ആൻഡ് BeF2 ആർ ലൂയിസ് ആസിഡ്സ്. എന്തുകൊണ്ടെന്നാൽ ദേ ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. നമ്മൾ സാധാരണ ആസിഡ് എന്ന് പറയുന്നത് H+, പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ആസിഡ്. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവാണ്. പോസിറ്റീവിനെ ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്ലസ് കളയുക എന്ന് പറഞ്ഞാൽ ബാക്കി അവശേഷിക്കുന്നതിന് നെഗറ്റീവ് ചാർജ് വരിക. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടാണ് മാറുന്നത്. അതിന് ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് പറയുന്നത്. എന്നാൽ അമോണിയ NH3 എന്ന് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണറാണ്. ഇലക്ട്രോൺ പെയർ ഡോണറിനെ നമ്മൾ വിളിക്കും ലൂയിസ് ബേസസ്. അപ്പം ഒക്ടറ്റ് തിയറി ഒബേ ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മൾ കണ്ടു. ഒക്ടറ്റ് തിയറിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിനെ കണ്ടു. ഈ ഡീവിയേറ്റ് ചെയ്യുന്ന മോളിക്യൂള് എന്തുകൊണ്ടായാലും ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആകും. അവയെ നമ്മൾ ലൂയിസ് ആസിഡ്സ് എന്ന് വിളിക്കും. അമോണിയയുടെ കേസിൽ ഒക്ടറ്റ് ഉണ്ട്, പക്ഷേ ആ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലോൺ പെയറും കൂടെ ഉൾപ്പെടെയാണ്. അതുകൊണ്ട് ആ ലോൺ പെയർ വീണ്ടും ഡൊണേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അമോണിയ ഒരു ഇലക്ട്രോൺ പെയർ ഡോണറായി, അല്ലെങ്കിൽ ഒരു ലൂയിസ് ബേസായി. നമ്മുടെ ഈ ഡിസ്കഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു അയണിക് കോമ്പൗണ്ടിനെ കണ്ടു, അതുപോലെ തന്നെ കോർഡിനേറ്റ് കോമ്പൗണ്ട്സിനെ കണ്ടു. ഇനി നമുക്കൊരു പ്യുവർലി കോവലൻ്റ് ആയിട്ടുള്ള മോളിക്യൂളിനെയും കൂടെ കാണണം. അതിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് CCl4 ആണ്. ഇവിടെ കാർബൺ എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം 14th ഗ്രൂപ്പാണ്. അറ്റോമിക് നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് കാർബൺ 6 ആണ്. കാർബൺ 6. അതിൻ്റെ കോൺഫിഗറേഷൻ 2, 4 ആണ്. അപ്പോൾ ശരിക്കും കാർബണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ ആവശ്യമുണ്ട്, അതിൽ 4 ഉണ്ട്. അപ്പോൾ 4 കൊടുക്കണം, അല്ലെങ്കിൽ 4 വാങ്ങിക്കണം. എങ്ങനെ ചെയ്താലും ഒരേപോലെയാണ് കാർബൺ. അതുകൊണ്ട് ഈ 4 കൊടുക്കലും 4 വാങ്ങലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കാർബൺ എപ്പോഴും കോവലൻ്റ് കോമ്പൗണ്ടാകും. പ്രത്യേകിച്ച് ഈ വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വന്നിരിക്കുന്നത് കാർബണിൻ്റെ കോവാലൻസി, അതുപോലെ തന്നെ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. കാർബൺ എത്ര കാർബണുമായിട്ടും കമ്പൈൻ ചെയ്യാനുള്ള ഒരു അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാരണത്താലാണ് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് ഇത്രത്തോളം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കാർബൺ ടെട്രാക്ലോറൈഡിൻ്റെ സ്ട്രക്ചർ നോക്കാം. കാർബണിന് 4 ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ നമ്മൾ കാർബൺ എഴുതുകയാണ്. കാർബണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 4 ഇലക്ട്രോൺ നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് 4 ക്ലോറിൻ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ ക്ലോറിൻ 17th ഗ്രൂപ്പാണ്, അറ്റോമിക് നമ്പർ 17ഉമാണ്. അതുകൊണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഞാനിവിടെ 6 ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിനെ മാത്രം ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത ക്ലോറിനും 6 ഇലക്ട്രോൺ ഇവിടെയുണ്ട്, ഈ കമ്പൈൻ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ. അതുപോലെ അടുത്ത ക്ലോറിന് ഇതേപോലെ തന്നെ 6 ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്, കമ്പൈൻ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഈ 4ാമത്തെ ക്ലോറിനും ഒരു ഡോട്ടും ഇവിടെ 6 ഇലക്ട്രോണും ഉണ്ട്. നമുക്ക് ആ ബോണ്ടിങ്ങിൽ വരുന്ന ഇലക്ട്രോൺ മാത്രമേ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഓരോ ക്ലോറിനും ഇവിടെയുള്ള 6 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും ഉണ്ടാകുമ്പോൾ ക്ലോറിന് 8 ആയി, ഇവിടെയും 8 ആയി, ഈ ക്ലോറിനും അവിടെ 8 ആയി, ഇവിടെയും അവിടെ 8 ആയി. ഇനി കാർബണിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഓരോ ക്ലോറിനിൽ നിന്ന് കിട്ടിയ ഇലക്ട്രോൺ വെച്ച് ഇവിടെ 2, 4, 6, 8. അപ്പോൾ പെർഫെക്റ്റായിട്ട് ഓക്റ്ററ്റ്, കമ്പൈനിങ് ആറ്റംസിന് ഒരുപോലെ ഓക്റ്ററ്റ് കിട്ടിയിരിക്കുന്ന ഒരു പെർഫെക്റ്റ് കോമ്പൗണ്ടാണ് CCl4 എന്ന് പറയുന്നത്. CH4ൻ്റെ കേസിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത് ഹൈഡ്രജൻ ആയതുകൊണ്ട് ഹൈഡ്രജന് ഓക്റ്ററ്റ് ഇല്ല, അതിന് 2 ഒരു പെയർ ഓഫ് ഇലക്ട്രോണാണ്, ഹീലിയത്തിൻ്റെ കോൺഫിഗറേഷനേ വരത്തുള്ളൂ. പക്ഷേ കാർബണിന് അവിടെ ഓക്റ്ററ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല ഈ CCl4ൻ്റെ കേസിൽ. CCl4 എല്ലാ ആറ്റംസിനും ഒക്റ്ററ്റ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിളാണ്. പക്ഷേ അതൊരു സോൾവെൻ്റായിട്ടൊക്കെ യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബാക്കി പ്രോപ്പർട്ടീസ് അങ്ങനെ പോകും. എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒക്റ്ററ്റ് വെച്ച് കംപ്ലീറ്റ് പെർഫെക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല.
എന്നിരുന്നാലും ഈ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അപ്പോൾ അയോണിക് കോമ്പൗണ്ട് ആയാലും കോവലൻ കോമ്പൗണ്ട് ആയാലും കോർഡിനേറ്റ് കോമ്പൗണ്ട് ആയാലും ഒരു ഒക്റ്ററ്റ് കിട്ടുമ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ള കാര്യം ആദ്യമായിട്ട് മനസ്സിലാക്കിയത് ലൂയിസാണ്. അങ്ങനെ ലൂയിസ് ഒക്റ്ററ്റ് തിയറി നിലവിൽ വന്നു. അപ്പോൾ അതിൽ നിന്ന് ഡീവിയേഷൻസ് വരുന്നുണ്ട്. ഇനിയും കൂടുതൽ കോമ്പൗണ്ട് ഫോം ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാം ഫോം ചെയ്യുന്ന സമയത്ത് അവർക്ക് വേരിയബിൾ വാലൻസിയാണ്. അപ്പോൾ ഇനിയും ഈ ഒരു 8-നപ്പുറത്തേക്ക് 18-ലേക്ക് ഇലക്ട്രോണുകൾ, അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നുള്ള കോൺസെപ്റ്റൊക്കെ നമ്മൾ റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് അവിടെ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസാണ്. അതായത് ആ ആറ്റത്തിന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കുന്നതിന് പകരം ആ ആറ്റത്തിൽ വരുന്ന മൊത്തം ഇലക്ട്രോൺസിൻ്റെ എണ്ണം അതിൻ്റെ അടുത്ത് വരുന്ന ഇനേർട്ട് ഗ്യാസിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണമാക്കി മാറ്റണം എന്നുള്ള രീതിയിൽ കോംപ്ലക്സേഷനിൽ പങ്കെടുക്കുന്ന എലമെൻസിനെയും നമുക്ക് പിന്നീട് കണ്ടുമുട്ടാവുന്നതാണ്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആവർത്തിച്ച് കാണുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.